ഈ ഒരു തോന്നിവാസം കാണിച്ചവളെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ടും ആ ഒരു ആർജവം കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെക്കാളൊക്കെ ഒരുപാട് നന്ദിയുള്ളത് ആ അമ്മയ്ക്കും ആ അച്ഛനുമായിരിക്കും, ദീപകിൻ്റെ ആത്മാവിനുമായിരിക്കും. പിന്നീട് ഇടയിലൊക്കെ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്, ഈ ദീപകിൻ്റെ മരണത്തിൽ ഈ ഹണി ട്രാപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം. ഇതിനൊരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപകിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മരിക്കുന്നതിൻ്റെ മുൻപുള്ള ദിവസം, അതായത് ഈ മരണം സംഭവിക്കുന്ന അതേ ദിവസം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 40,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ക്യാഷ് തട്ടാൻ വേണ്ടിയിട്ട് ഈ ഷിംജിതയും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് കളിച്ച കളിയാണോ ഇതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും കേസിൻ്റെ വഴിയിൽ പോകുന്നുണ്ട്. അതെന്തായാലും ഉടനെ പോലീസ് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ഷിംജിത എന്ന് പറയുന്നവളെ ഇനിയും പുറം ലോകം കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ നല്ല മണിച്ചിത്രത്താഴിട്ട് കേരള പോലീസ് പൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വരുന്നത് കുടുംബത്തിൽ പിറക്കാത്ത മാന്യതയില്ലാത്ത കുറേ മരവാഴകളാണെന്നുള്ളൊരു കാര്യവും നമ്മൾ കണ്ടതാണ്.